ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെ അധികം അടുത്തിരിക്കുകയാണ് അല്ലേ? റാപ്ചർ, നമ്മൾ മേഘത്തിൽ നമ്മുടെ ദൈവം വന്ന് നമ്മളെ കൂട്ടത്തിൽ കൂട്ടുന്ന ദിവസവും എല്ലാം വളരെയധികം അടുത്തിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യണം അല്ലേ? നമ്മളുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം എല്ലാം, നമ്മുടെ ഇന്നമോസ്റ്റ് ബീങ് എല്ലാം അല്ലെ ദൈവത്തിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം റാപ്ചറോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവോ അതൊന്നും സർപ്രൈസ് ആയിട്ട് തീരത്തില്ല. അല്ലെങ്കിൽ അതൊക്കെ സർപ്രൈസ് ആയിട്ട് തന്നെ തീരുക തന്നെ ചെയ്യും. അപ്പൊ ദൈവം നമ്മോട് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാലും ആ ബുദ്ധിയില്ലാത്ത 5 കന്യകമാരെ പോലെ അല്ലെ, അങ്ങനെയായി തീരരുത് അല്ലെ. ബുദ്ധിയുള്ള ആ കന്യകമാരെ പോലെ, വിജ്ഞാനമുണ്ടായിരുന്ന കന്യകമാരെ പോലെ അവര് പ്രിപ്പയർഡ് ആയിരുന്നു. അവര് മണവാളിന്റെ വരവിനായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നപ്പോൾ തന്നെ നമ്മളും നമ്മളെ തന്നെ പ്രിപ്പയർഡ് ആക്കി വെക്കും. നമ്മളുടെ ഈ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്ലഷേഴ്സിൽ, ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യത്തിൽ, അതിലൊക്കെ നമ്മുടെ മനസ്സ് ഉടക്കി പോകാതെ, നമ്മുടെ ഹൃദയം ഉടക്കി പോകാതെ അല്ലെ, നമ്മളെ തന്നെ ഒരു മണവാട്ടി എങ്ങനെയാണ് മണവാളിന് വേണ്ടി ഒരുക്കുന്നത് എന്ന് പറഞ്ഞു നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. യേശുക്രിസ്തുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്ന സമയമാണിത്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാത്ത സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു, അങ്ങയുടെ വരവിനായിട്ട് നന്ദി പറയുന്നു, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു, ഞങ്ങളെയും കൂടെ കൂട്ടും എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ മുമ്പിൽ നിൽക്കാനായിട്ട്, അങ്ങയുടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കാനായിട്ട് ഉള്ള ഒരു വേർത്ത് മൈറ്റി ഫാദർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതിനായിട്ട് നന്ദി പറഞ്ഞു. കർത്താവ്, ഒരു കാലത്ത് ഞങ്ങളുടെ പാപത്തിൽ മരിച്ചവരായിരുന്നു, പക്ഷെ ഇന്ന് ഞങ്ങളെ കർത്താവ് അങ്ങയുടെ മക്കളാക്കി തീർത്തിരിക്കുക. അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ രക്തം കൊണ്ട് വാഷ് ചെയ്ത് ഇരിക്കുന്നവരായിരിക്കുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. താങ്ക് യു ജീസസ്. സംസാരിക്കുമേ എന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിന്റെ ആമേ. പിതാവ് അങ്ങേക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിന് നന്ദി പറഞ്ഞു യേശുവിന്റെ നാമത്തിന്റെ ആമേ. നമുക്ക് ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകാം. അതിന്റെ 21-ാമത്തെ ചാപ്റ്റർ. അപ്പൊ ലൂക്കോസിന്റെ 21 നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിന്റെ 21-ഉം മാത്യുവിന്റെ 24-ഉം ഒക്കെ സിമിലർ ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. അപ്പൊ ഇവിടെ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് പറയാനുള്ള വാക്കുകൾ 29 തൊട്ട് 36 വരെയുള്ള വാക്കുകളാണ്. പക്ഷെ അപ്പൊ ഇത് മൊത്തം ഈ ചാപ്റ്ററിനെ പറ്റി ഒന്ന് പറയുവാണെങ്കിൽ അവസാനത്തെ സമയത്തെ പറ്റിയാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഈ ചാപ്റ്റർ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ 3 കാര്യങ്ങളായിട്ടാണ് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, അവസാനത്തെ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം സ്പിരിച്വൽ ഡിസേണിങ് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കണം എന്നതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. എത്രമാത്രം നമുക്ക് കാര്യങ്ങൾ, സ്പിരിച്വൽ ലെവലിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയുന്ന ആൾക്കാരായിരിക്കണം, അതനുസരിച്ച് ജീവിതം ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നതിനെ പറ്റി പറയുന്നു. മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുക, നമ്മുടെ ഹൃദയമൊക്കെ ഇങ്ങനെ എന്താ പറയണേ, ജീവിതത്തിന്റെ കഷ്ടപ്പാടിനെ പറ്റിയൊക്കെ ഓർത്ത്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ട് അല്ലെ, അതിലെല്ലാം ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നവരായിരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവസാനത്തെ കാലത്തെ പറ്റി. അപ്പൊ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരിൽ ഒരാൾ അല്ലെ, ആരെങ്കിലും ഒരാളായിരിക്കും ചിലർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ വാക്ക് പറഞ്ഞ ചിലർ ദേവാലയത്തെ കുറിച്ച് അതിമനോഹരമായ കല്ലുകളാലും വഴിപാടുകളായും അലങ്കരിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അല്ലെ, അപ്പൊ ജെറുസലേം ദേവാലയത്തെ കാണിച്ചു ചിലർ എന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ അല്ലെ, അങ്ങനെ നമുക്ക് വിചാരിക്കാം. അപ്പൊ അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മത്തായില് 24 അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ ശിഷ്യന്മാരിൽ. അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാള് ജെറുസലേം ദേവാലയം കാണിച്ചിട്ട് എത്ര മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിയുമ്പോൾ യേശുക്രിസ്തു ഈ ജെറുസലേം ദേവാലയത്തിന് എന്ത് പറ്റാൻ പോകുന്നു, ഇനി ജെറുസലേമിന് എന്താ പറ്റാൻ പോകുന്നു, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുക. നമുക്കറിയാം 19-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ വിസിറ്റേഷൻ മനസ്സിലാക്കിയില്ല. ദൈവം ഇവരെ വിസിറ്റ് ചെയ്ത്, ഇവരെ യഹോവ അല്ലെ, മെസ്സയ്യ ഇവരെ വിസിറ്റ് ചെയ്ത കാര്യം അറിഞ്ഞില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം അറിയാതിരുന്നു. അവർക്ക് അറിയാമായിരുന്നു അല്ലെ, പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒക്കെ അറിയാം അല്ലെ, തങ്ങളുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ, തങ്ങളുടെ മുമ്പില് യേശുക്രിസ്തു ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ, ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക,
അല്ലെ, കുരുടന് കണ്ണ് കാഴ്ച കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തിട്ട് പോലും ഇവർക്ക് എന്താ പറയുക, മെസ്സയാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതൊന്നും മനസ്സിലാക്കി അവർക്ക് പറ്റിയില്ല. അവ മനഃപൂർവ്വം മനസ്സിലാക്കിയില്ല എന്ന് വെക്കാം. അതങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ രാജ്യവും എന്താ പറയാ, അവരുടെ അതോറിറ്റിയും അവരുടെ സൊസൈറ്റിയിലുള്ള അവരുടെ ഒരു പൊസിഷനും എല്ലാം നഷ്ടപ്പെട്ടു പോകും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് കെയാഫസും ഒക്കെ പറഞ്ഞത്, ഹൈ പ്രീസ്റ്റ് പറഞ്ഞത്, എന്താ പറയണേ, ഒരാൾ മരിക്കുന്നതാണ് നല്ലത്, ബാക്കി എല്ലാവരും മരിക്കുന്നതിനേക്കാൾ നല്ല ഒരാൾ മരിക്കുന്നതാണ്. റോം ഇവരുടെ പൊസിഷൻ എടുത്തിട്ട് പോകത്തില്ല, രാജ്യത്തെ കൈയേറ്റം ചെയ്യത്തില്ല, രാജ്യം നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരാളങ്ങ് മരിക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. എനിവേ, അങ്ങനെയാകുമ്പോ യേശുക്രിസ്തു ഇങ്ങനെ പറയുക, ജെറുസലേമിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മള് റെവലേഷൻ അല്ലെ, വെളിപാടിന്റെ 11 പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഡാനിയലിന്റെ 9 പറഞ്ഞിട്ടുണ്ട്, ഒരു സമയം വരുന്നു, ഒരു ജെന്റൈൽസിന്റെ സമയം കഴിയുന്നതും വരെ അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ജെറുസലേം എന്താ പറയുക, ജെറുസലേമിനെ ചവിട്ടി എന്താ പറയണ, മെതിക്കുന്നതിന് വേണ്ടി അല്ല, ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ജാതികളുടെ സമയം തികയുവോളം അല്ല, ജാതികളുടെ സമയം എന്നത്തെ പറ്റിയൊക്കെ റെവലേഷന്റെ അല്ലെങ്കിൽ വെളിപാടിന്റെ 11 പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ ഡാനിയലിന്റെ 9 പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ആ ഒരു ജാതികളുടെ സമയം കഴിയുന്നോടും വരെ ജെറുസലേമിൽ പ്രശ്നങ്ങളായിരിക്കും. ജാതികൾ വന്നിട്ട് എന്താ പറയണേ, അവര് സേജ് ഉണ്ടാക്കും അല്ലെ, എന്താ പറയുക, ആ സിറ്റിക്ക് ചുറ്റും അത് കിടങ്ങുകളൊക്കെ ഉണ്ടാക്കി വലിയൊരു മിലിറ്ററി ആക്ഷൻസ് ഒക്കെ കാണും. അപ്പൊ ജെറുസലേമിൽ ട്രാമ്പിൾ ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ മുമ്പായിട്ട് ഇവിടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുക, എങ്ങനെയായിരിക്കും അല്ലെ, നമ്മളെപ്പോലെ ആൾക്കാര് യേശുവിന്റെ ഗോസ്പൽ പറയുന്ന ആൾക്കാര് സ്വന്തം കുടുംബാംഗങ്ങളാൽ പോലും എന്താ പറയുക, ചതിക്കപ്പെടും, പെർസിക്യൂഷൻ ഉണ്ടാവും അല്ലെ. പക്ഷെ അതെല്ലാം നമ്മളെ പല അതോറിറ്റീന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകും. അവിടെയെല്ലാം അതൊരു ടെസ്റ്റ് മണിക്കുള്ള ഒരു സമയമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പറയേണ്ട വാക്കുകളെ പറ്റി അതെല്ലാം ദൈവം തന്നെ അതേ തൽസമയത്ത് തന്നുകൊണ്ടിരിക്കും. അപ്പൊ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ടെസ്റ്റ് മണിക്കുള്ള സമയമായിരിക്കും. നമ്മൾ അതിനെപ്പറ്റി ഒരിടത്തും ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ ഒരു പെർസിക്യൂഷന്റെ വലിയൊരു സമയം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 20ാമത്തെ വാക്കൊക്കെ തൊട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അത് ജെറുസലേമിന് വരാൻ പോകുന്ന പ്രശ്നത്തെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കും അല്ലെ. ആ സമയത്ത് ജൂഡയിലുള്ളവർ അല്ലെ, ഇങ്ങനെ പറഞ്ഞ 21ാമത്തെ വാക്ക് പറഞ്ഞിരിക്കും, അത് യഹൂദിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടുപുറങ്ങളുള്ളവർ അതിലേക്ക് കടക്കരുത്, ജെറുസലേമിലേക്ക് കടക്കരുത്, എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാക്കേണ്ടത് ആ നാൾ പ്രതികാരകാലം ആവുന്നു. അപ്പൊ എഴുതിയിരിക്കുന്നല്ല എല്ലാ പ്രോഫസിയും ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി അല്ലെ. അപ്പോ സക്കറിയയിലേക്ക് എഴുതിയിട്ടുണ്ട്, ഡാനിയൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ എല്ലാം. പിന്നെ ഇപ്പൊ യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, ചാപ്റ്റർ ലൂക്കോസ്, അതിൽ എഴുതിയിരിക്കുന്നതല്ല, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവം തന്റെ പ്രോഫറ്റുമാരെ വഴി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിവൃത്തിയാകുന്നത് വരെ ഉള്ള പ്രശ്നങ്ങൾ, പെർസിക്യൂഷൻസ്, ട്രിബുലേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സൂര്യനിലും ചന്ദ്രനിലും ഉണ്ടാകാൻ പോകുന്ന, ചന്ദ്രനും നക്ഷത്രത്തിൽ ഉണ്ടാകുന്ന സൈന്യങ്ങളെ പറ്റിയും എല്ലാം, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം, അങ്ങനെ എല്ലാം നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ഒരു സ്മോൾ ഒരു എക്സ്പ്ലനേഷൻ യേശുക്രിസ്തു പറഞ്ഞിരിക്കും. നമുക്കറിയാം, റെവലേഷന്റെ വെളിപാട് പുസ്തകത്തിന്റെ 5 തൊട്ട് അല്ലെ അവസാനം വരെ പറഞ്ഞിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഒരു ചെറുതായിട്ട് ഒരു അബ്സ്ട്രാക്ട് പോലെ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും എല്ലാം എന്താ പറയുക, അതിന്റെ ലക്ഷ്യങ്ങൾ അല്ലെ ലക്ഷണങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കവും നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടും കൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിനും എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കി പാർത്തുകൊണ്ട് മനുഷ്യ നിർജീവന്മാർ ആയിപ്പോകും. അപ്പൊ ആ സമയത്ത് അല്ലെ, നമുക്കൊരു ഓരോ സീല് ദൈവം പൊട്ടിക്കുമ്പോ, യേശുക്രിസ്തു ഓരോ സീല് പൊട്ടിക്കുമ്പോ നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി എല്ലാം നമുക്കറിയാം. 5ാമത്തെ ചാപ്റ്റർ റെവലേഷൻ
പുസ്തകത്തിന്റെ 5ാമത്തെ ചാപ്റ്ററോട് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 5ാമത്തെ ചാപ്റ്ററിൽ വർഷിപ്പ് സോങ് ആണ്. 6ാമത്തെ ചാപ്റ്റർ തൊട്ട് ദൈവം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓരോ പ്ലേഗ് വരുന്ന കാര്യം അല്ലെ, മെന്റലി ടോർച്ചർ ചെയ്യപ്പെടുന്ന കാര്യം, ABCയിൽ നിന്ന് എന്താ പറയാ ലോക്കസ്റ്റ് വലിയ ടീമായിട്ട് വലിയ പടയായിട്ട് തന്നെ വരുന്നതിനെ പറ്റി അല്ലെ, എർത്ത് പറ്റി ഉണ്ടാകുന്ന കാര്യങ്ങൾ, വരുന്ന കാര്യങ്ങളെ പറ്റി, പിന്നെ എന്താ പറയണേ, എന്താ പറയാ ഫാമിനെ പറ്റി, പിന്നെ ഓരോ കാര്യങ്ങൾ അല്ലെ, കടലിൽ നടക്കുന്നതിനെ പറ്റി, വെള്ളത്തിൽ നടക്കുന്നതിനെ പറ്റി, ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യത്തെ പറ്റി, ഈ ലോകത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കാത്ത രീതിയിൽ ഈ ലോകത്തെ ദൈവം സ്ഥാപിച്ചതിന് ശേഷം ഒരിക്കൽ പോലും സംഭവിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും എന്നതിനെ പറ്റി എല്ലാം ദൈവം അവിടെ റെവലേഷനിൽ എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കും. അപ്പൊ അതിനെപ്പറ്റി ഇവിടെ ഒരു നട്ഷൽ എന്ന പോലെ ഒരു സിനോപ്സിസ് പോലെ ചെറുതായിട്ട് അല്ലെ യേശുക്രിസ്തുവിടെ പറഞ്ഞിരിക്കുക. അപ്പോ യേശു നമ്മളോട് പറയുക, ഇതെല്ലാ കാര്യങ്ങളും നടക്കുമ്പോ നിങ്ങള് അറിവുള്ളവരായിരിക്കും, നിങ്ങൾ ഡിസൈനിങ് പവറുള്ള വ്യക്തികളായിരിക്കും അല്ലെ, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നവർ ആയിരിക്കും. അപ്പൊ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും യുദ്ധക്കെടുതികളെ പറ്റിയല്ലേ യേശു നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം, ഇതെല്ലാം സ്പിരിച്വൽ റിലംസിൽ എന്തൊക്കെ നടക്കുന്നു അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു പ്രതിഫലനമാണ്. സ്പിരിച്വൽ റിലംസിൽ നടന്ന ഓൾറെഡി കാര്യങ്ങൾ ഇവിടെ പ്രതിഫലിക്കുന്നതാണ് അല്ലെ, ഈ നാച്ചുറൽ റിലമിലേക്ക് വരുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ ഈ യുദ്ധങ്ങളും എന്താ പറയുക, ഈ ഇറാനും അമേരിക്കയും യുദ്ധവും, ഇനി നടക്കാൻ പോകുന്ന റഷ്യയോ യുദ്ധങ്ങളും, ഒരു മാഗോഗ് യുദ്ധങ്ങളും എല്ലാം ദൈവം ഓൾറെഡി പ്രോഫസി ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ദൈവം പറയാം നമ്മളോട്, ഈ നാച്ചുറൽ ലംസിൽ ഇതൊക്കെ നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെ. എന്റെ അടുത്താണ്, യേശുക്രിസ്തുവിന്റെ വരവ് അടുത്താണ്. 29ാമത്തെ വാക്കോട്ട് 36ാമത്തെ വാക്കുകൾ വരെ ഒന്ന് വായിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു ഉപമയെ അവരോട് പറഞ്ഞു, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ അല്ലെ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിന്റെ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ തണുപ്പുള്ള ഒരു സ്ഥലത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലൊക്കെ കുറെയൊക്കെ തണുപ്പുള്ള സ്ഥലം തന്നെയാണ് അല്ലെ. വിന്റർ എന്നൊക്കെ പറയുമ്പോൾ ഡിസംബർ മാസങ്ങളിലൊക്കെ ഇച്ചിരി തണുപ്പുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് അമേരിക്കയിലൊക്കെ നമുക്ക് നോക്കുക, അമേരിക്കയിൽ ചില സ്റ്റേറ്റുകളൊക്കെ എടുത്ത് നോക്കുക, നമുക്ക് അറിയാൻ പറ്റും വിന്റർ മാസങ്ങളിൽ തണുപ്പുള്ള കാലങ്ങളിൽ അതിനു മുമ്പ് അല്ലെ ഇല കൊഴിയുന്നു, ഓട്ടത്തിലാവുമ്പോഴേക്കും, ഓട്ടം മന്തുകളില് അല്ലെങ്കിൽ ഓൾ മന്തുകളിൽ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും എന്താ പറയാ ട്രീസ് എല്ലാം അതിന്റെ ചെടികളെല്ലാം അതിന്റെ ഇലകളൊക്കെ പൊഴിക്കാൻ തുടങ്ങും. അപ്പൊ പിന്നെ സമ്മർ തുടങ്ങുമ്പോഴേക്കും മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ആകുമ്പോഴേക്കും എന്തു പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഇലകൾ വരാൻ തുടങ്ങും, പുതിയ ഗ്രോത്ത് വരാൻ തുടങ്ങും. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായാൽ മതി സമ്മർ അടുത്തുണ്ട് അല്ലെ. സമ്മർ 4 മാസം അല്ല 5 മാസം, അപ്പൊ സമ്മർ അടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ അത് കാണുമ്പോൾ തന്നെ അറിയാം. ചില്ലകളിലൊക്കെ ഇലകൾ ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ നമുക്കറിയോ സമ്മർ അടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ അതൊരു സൈനാണ്, സമ്മർ അടുത്ത് വന്നിരിക്കുന്നു, സമ്മർ അടുത്തായിരിക്കുന്നു എന്നുള്ളതിന്റെ വേനൽ അല്ലെ അടുത്തായിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൈനാണ്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും ഇപ്പൊ ഇറാൻ യുദ്ധങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്ന കാണുമ്പോൾ തന്നെ അത് തന്നെയല്ല, യുദ്ധങ്ങൾ തന്നെയല്ല, നമുക്കറിയാം യേശുക്രിസ്തു ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാ, നോവേന്റെ സമയം പോലെ ആയിരിക്കും, പിന്നെ അവസാനത്തെ കാലഘട്ടം നോവേന്റെ സമയം പോലെ ആയിരിക്കും, പിന്നെ സോദോം ഗോമോറും പോലെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കും. അപ്പൊ സോദോം ഗോമോറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോമോസെക്ഷുവാലിറ്റി ആയിരുന്നു. ഇപ്പൊ ഹോമോസെക്ഷുവാലിറ്റിനെ ഭയങ്കരമായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിതല്ലേ. അപ്പൊ സോദോം ഗോമോറ പോലെയൊക്കെ തന്നെ നടക്കുന്ന ഒരു സമയമാണിത്. പിന്നെ എന്താ പറയുന്നത്, ഭയങ്കര ഡെവലപ്മെന്റും കാര്യങ്ങളും ഒക്കെ. പിന്നെ നമുക്ക് നോവേന്റെ സമയത്തെ കാര്യം പറയുമ്പോൾ, നോവേന്റെ സമയത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആളുകള് കുടിക്കുന്നു, ഡ്രിങ്ക് ചെയ്യുന്നു, കല്യാണം കഴിക്കുന്നു, കല്യാണത്തിന് കൊടുക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അങ്ങനെ ഒരു കാലഘട്ടമായിരിക്കും അവസാന സമയത്ത് യേശുക്രിസ്തുവിന്റെ വരവിന്റെ സമയത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോ കല്യാണം കഴിക്കുന്നു, കല്യാണത്തിന് കൊടുക്കുന്നു ഒക്കെ പറയുമ്പോൾ അതത്ര മോശപ്പെട്ട കാര്യമാണ് അല്ലെ. അല്ല, അതിനെപ്പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ജെനസിസിന്റെ 6ലേക്ക് പോകുമ്പോ അവിടെ നോവേന്റെ സമയത്തെ കാലഘട്ടത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഫോളൻ ഏഞ്ചൽസ്, വീണുപോയ മാലാഖമാര്, ഈ പിശാചിന്റെ ടീമിൽപ്പെട്ട ആൾക്കാര് വന്നിട്ട് ഭൂമിയിലെ മനുഷ്യരുടെ
പുത്രിമാരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ കൂടെ മല്ലന്മാര് ജനിച്ചു എന്നും പറയുന്നല്ലേ. അപ്പൊ ഫോഴ്സ്ഫുള്ളി ആരെയും ഫോഴ്സ് ചെയ്തിട്ടല്ല അവര് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവര് മനുഷ്യരെ അവരുടെ മക്കളെ പിശാചിന്റെ ടീമിന് അല്ലെങ്കിൽ ഫോളൻ ഏഞ്ചൽസിന് വീണുപോയ മാലാഖമാർക്ക് കല്യാണം കഴിക്കാൻ കൊടുത്തതാണ് അല്ലെ. സ്വന്തം മനസ്സോടെ അവർ കൊടുത്തതാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ബാൽ വർഷിപ്പ് പോലുള്ള കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ തന്നെ അവർ സ്വന്തം മനസ്സോടുകൂടി തന്നെ ബലി കൊടുക്കുക എന്ന് പറയുന്ന പോലെ അവരുടെ ദൈവങ്ങളാണ്. ദൈവങ്ങൾ എന്നുള്ള പേരിലാണല്ലോ വരുന്നത്. അവരുടെ ദൈവങ്ങൾക്ക് ഈ പിശാചിന്റെ ഫോളൻ ഏഞ്ചൽസ് ദൈവങ്ങളുടെ എന്നുള്ള ഒരു പരിവേഷമാണല്ലോ. അപ്പൊ അവരുടെ ആ ദൈവങ്ങൾക്ക് അവരുടെ പെൺമക്കളെ തന്നെ കാഴ്ച വെക്കുക എന്ന് വെച്ചാൽ ആ ദൈവങ്ങളുടെ മക്കളെ ജനിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തുവിന് പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയില് പിശാചിന്റെ മക്കളുണ്ട്, ദൈവത്തിന്റെ മക്കളുണ്ട് അല്ലെ. ചർച്ചിൽ വരെ പിശാചിന്റെ മക്കള് കാണും നമുക്ക്. അപ്പൊ അങ്ങനെയാവുമ്പോ പിശാചിന്റെ മക്കളെ ജനിപ്പിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടം ആളുകളെ ജനിപ്പിക്കുന്നതിന് വേണ്ടി, മല്ലന്മാരെ ജനിപ്പിക്കുന്നതിന് വേണ്ടി, പിശാചിന്റെ വംശത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതിനായിട്ടാണ് ഈ എന്താ പറയുക വീണുപോയ മാലാഖമാര് പുത്രിമാരിൽ കല്യാണം കഴിക്കുക, അവർക്ക് മക്കളുണ്ടായത്. അപ്പൊ അതാണ് കല്യാണം കഴിക്കുകയും മാരേജിന് കൊടുക്കുകയും ചെയ്തു പറഞ്ഞു. കല്യാണത്തിന് വേണ്ടി സ്വന്തം പിതാക്കന്മാര് അല്ലെ സ്വന്തം മാതാപിതാക്കന്മാര് മക്കളെ ഇതുപോലുള്ള ഈ വീണുപോയ മാലാഖമാർക്ക് അവരെ ദൈവങ്ങൾക്ക് കാഴ്ച വെച്ചുകൊണ്ടിരുന്നു കല്യാണത്തിനായിട്ട് അല്ലെ. അങ്ങനെ ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് ഇപ്പൊ മല്ലന്മാര് ഈ ജൈൻസ് ഒക്കെ ഉണ്ടായത്. അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോഴും അല്ലെ. അതുപോലത്തെ അവസ്ഥ എന്ന് പറയുമ്പോ ഇപ്പോഴും ജൈൻസ് ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കാണും അല്ലെ. നമുക്കറിയാം നോവന്റെ സമയം കഴിഞ്ഞപ്പോ ഫ്ലഡ് കഴിഞ്ഞപ്പോഴേക്കും വെള്ളപ്പൊക്കം അല്ലെ, വെള്ളം കൊണ്ട് ദൈവം ലോകത്തെ മുഴുവൻ നശിപ്പിച്ച് കഴിഞ്ഞപ്പോഴും പിന്നെ നമ്മൾ നോക്കുമ്പോ ഇഷ്ടംപോലെ ജൈൻസ് മല്ലന്മാരുണ്ടായിരുന്നു അല്ലെ. ഗോലിയാത്ത് ഒരു ജയന്റ് ആയിരുന്നു. പിന്നെ നമുക്കറിയാം മോസസ് 12 പേരെ സ്പൈകളായിട്ട് ചാരന്മാരായിട്ട് കനാനിലേക്ക് വിട്ടുകഴിയുമ്പോൾ അവിടെ നിന്ന് അറച്ചും മല്ലന്മാരാ അല്ലെ. അപ്പൊ അങ്ങനെ ആ ഫ്ലഡിനെ അതിജീവിച്ച് ഇവര് അല്ലെ, അല്ലെങ്കിൽ ഫ്ലഡിനെ ഒന്നെങ്കിൽ അതിജീവിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ അതിജീവിച്ചായിരിക്കണം എന്നില്ല, ഫ്ലഡ് കഴിഞ്ഞിട്ടുണ്ടായതായിരിക്കാം അല്ലെ. എന്താ പറയുക, ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ഉണ്ടായതായിരിക്കാം. അങ്ങനെയാകുമ്പോ ഇപ്പോഴും ഉണ്ടാകുമല്ലോ അല്ലെ. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു. അപ്പൊ അതുപോലത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അവസാനത്തെ കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയെ പറ്റി കാണുമ്പോ നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിന്റെ വരവ് അടുത്തിരിക്കുന്നു അല്ലെ. അത്തിയും അതുപോലുള്ള വൃക്ഷങ്ങളും അതിന്റെ പുതിയ നാമ്പുകൾ വരുമ്പോ കാണുമ്പോ നമ്മൾ മനസ്സിലാക്കണം സമ്മർ അടുത്തിരിക്കുന്നു, വേനൽ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുപോലെ തന്നെ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റണം. ദൈവം നമ്മളോട് ഒരു കാര്യം പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് വെറുതെ ഇങ്ങനെ ന്യൂസ് പേപ്പർ വായിച്ചു വിട്ട് കളയാതെ, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ എന്തെങ്കിലും കണ്ടിട്ട് വെറുതെ വിടാതെ അത് ഇന്നതാണല്ലോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി, ഒരു കഴിവ് അല്ലെ, അതൊരു ഡിസൈനിങ് പവർ, ഡിസൈൻ ചെയ്യാൻ വേണ്ടി തിരിച്ചറിയാനുള്ള കഴിവ് അത് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. ഇനി വേറൊരു കാര്യം ദൈവം ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാല്, ഇപ്പൊ ദൈവം ഇവിടെ 37ാമത്തെ വാക്ക് പറയാ, സകലവും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒക്കെ ഒഴിഞ്ഞു പോയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. ഈ തലമുറ എന്ന് പറഞ്ഞിരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തുവിന്റെ ആ വരവിന്റെ ആ സമയത്തുള്ള തലമുറയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സകലം നടക്കാതെ ആ തലമുറ കഴിഞ്ഞു പോകത്തില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ പറ്റിയല്ല, നമ്മളൊക്കെ മരിച്ചു പോകുന്നവർ അല്ലെ. ആ സമയത്ത് യേശുവിന്റെ വരവിന്റെ ആ സമയത്തുള്ള രണ്ടാമത്തെ വരവിന്റെ ആ സമയത്തുള്ള തലമുറ ഇതെല്ലാം കഴിഞ്ഞു പോകാതല്ലേ. റാപ്ചറിനെ പറ്റി ഒരു കാര്യം പറയട്ടെ. റാപ്ചർ ഒരു പ്രാവശ്യം നടന്ന് കഴിഞ്ഞ ഒരു സംഭവമല്ല, നടന്ന് തീരുന്ന ഒരു സംഭവമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറയണ്ടേ, ഒരു പ്രാവശ്യം മാത്രമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. റാപ്ചർ മേഘങ്ങൾ എടുക്കപ്പെടുന്നത് അത് പല പ്രാവശ്യം നടക്കുന്നത്. അപ്പൊ നമുക്കറിയാം എലൈജ അല്ലെ, ഏലിയാവ് റാപ്ചർ ചെയ്യപ്പെട്ട, ഈനോക്ക് റാപ്ചർ ചെയ്യപ്പെട്ടതാണ്. പിന്നെ നമുക്കറിയാം എന്താ പറയുക, ഒരു വലിയൊരു മൾട്ടിറ്റ്യൂഡ് റെവലേഷൻ 7ാമത്തെ ചാപ്റ്ററിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയൊരു മൾട്ടിറ്റ്യൂഡ് തന്നെ ദൈവത്തിന്, ഒരുപാട് ആളുകൾ ദൈവത്തിന് മുമ്പിൽ അല്ലെ നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അവരെവിടെ നിന്ന് വന്നെന്ന് ജോൺ ചോദിക്കുമ്പോ ജോണിനോട് ഇങ്ങനെ പറയുക, ഏഞ്ചല് പറയാം, അവര് എവിടെ നിന്ന് വന്ന ട്രിബുലേഷന്റെ സമയത്ത് വലിയ ആ ഒരു പാടിന്റെ ആ ട്രിബുലേഷന്റെ സമയത്ത് അവിടെ നിന്ന് റാപ്ചർ ചെയ്യപ്പെട്ട് വന്നിരിക്കുന്ന വ്യക്തികൾ. അപ്പൊ പല പ്രാവശ്യം റാപ്ചറുകൾ നടക്കുവാണ്. അപ്പൊ അതിനെപ്പറ്റി യേശുക്രിസ്തു ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം 34ാമത്തെ വാക്കോട്ട് ഇങ്ങനെ വായിക്കുവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം
അതിഭക്ഷണത്താലും മദ്യത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുന്നിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുക, യേശുക്രിസ്തു പറയുക, അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ അത് എന്താണെന്നുള്ളത്, അത് സ്പിരിച്വലായിട്ട് നടക്കുന്ന കാര്യത്തിന്റെ ആണെന്ന് മനസ്സിലാക്കാൻ, അല്ലെ, അവസാന കാലഘട്ടത്തിൽ ഓരോ സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി, ശക്തി, നമുക്ക് ഡിസൈൻമെന്റ് പവർ നമുക്ക് ഉള്ളവരായിരിക്കുക. അതോടൊപ്പം തന്നെ യേശുക്രിസ്തു നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയം അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെടരുത്. അപ്പൊ അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ കിട്ടുന്ന കാര്യത്തിൽ, ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യത്തിൽ തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും ദൈവത്തിന്റെ വചനം വായിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഉപജീവന ചിന്തകളെ കൊണ്ട് നമ്മുടെ ഹൃദയം വലഞ്ഞു പോയത് ഭാരപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുക. നമുക്കറിയാം, എബ്രായർക്ക് ലേഖനത്തിൽ 12ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മുമ്പിൽ വലിയൊരു ക്ലൗഡ് ഓഫ് വിറ്റ്നസ് ഉണ്ട്, അല്ലെ, സാക്ഷികളുടെ ഒരു വലിയൊരു നില തന്നെ ഉണ്ട്. അവരവരുടെ വർക്ക് ഫിനിഷ് ആക്കിയവരാണ്. ഇപ്പൊ നമ്മള് ഈസി ആയിട്ട് എൻറ്റാങ്കിൾ ചെയ്യാൻ, നമ്മളെ ഈസി ആയിട്ട് എന്താ പറയാ വീഴിക്കുന്ന തരത്തിലുള്ള എന്താ പറയാ പാപങ്ങളും പിന്നെ നമ്മളുടെ തോളിലുള്ള ഭയങ്കരമായിട്ടുള്ള വെയിറ്റുകളൊന്നും വെച്ചുകൊണ്ട് നമ്മൾ നടക്കരുതല്ല. അപ്പൊ നമുക്ക് എൻഡ്രൻസ് വേണം. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ റേസ് നമ്മൾ ഫിനിഷ് ചെയ്യത് തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ തോളിലുള്ള ഭാരങ്ങളൊക്കെ നമ്മൾ ഇറക്കി വെക്കണം എന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകൾ, നീ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും, അല്ലെ, എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ കാര്യം, അവരെ പഠിത്തം, അവരെ ആരോഗ്യം, നമ്മുടെ കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് ബോധം ചെയ്യാതെ അതിനെപ്പറ്റി എല്ലാം നമുക്ക് അറ്റൻഷൻ കൊടുക്കാതെ എല്ലാം ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കണം എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. ഒന്നിനെപ്പറ്റിയും തന്നെ വറി ചെയ്യെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതെല്ലാം നമ്മൾ തന്നെ ഇങ്ങനെ അടക്കി നമ്മുടെ ഹൃദയത്തോട് വെച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ അങ്ങോട്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. വിശ്വാസമില്ലാതിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുള്ള ഒരു വാതിലായിട്ട് വർക്ക് ചെയ്യും. വിശ്വാസമില്ലാതിരിക്കുമ്പോൾ ദൈവത്തെ തന്നെ നമ്മൾ ഡൗട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ തന്നെ വീണ് പോകും, അല്ലെ, ദൈവത്തിന്റെ വചനം വായിക്കാൻ നമുക്ക് താല്പര്യം തോന്നുന്നില്ല. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ഈ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതേ സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെടുകയാണെങ്കിൽ ദൈവം അത് സോൾവ് ചെയ്ത് തരുക തന്നെ ചെയ്യൂലേ. നമ്മളാണെങ്കിൽ നമ്മൾ തന്നെ എല്ലാം സോൾവ് ചെയ്യാം എന്നുള്ളൊരു മാനസിക ഒരു ഇഷ്ടവുമായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനമായിട്ട് നടക്കുമ്പോൾ നമ്മൾ തന്നെ വീണ് പോവുക തന്നെ ചെയ്യും. പിന്നെ അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യം, തിന്നുകയും കുടിക്കുകയും ആഹ്ലാദിക്കുകയും, അല്ലെ, ഡ്രിങ്ക് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന തരത്തിലുള്ള ജീവിതമാകുമ്പോൾ, അല്ലെ, നമുക്കറിയാം വീണ് പോകും. അപ്പൊ പോള് തന്നെ പറഞ്ഞിട്ട്, അപ്പോസ്തലനായിട്ടുള്ള പൗലോസ്, അത്രയും വലിയ മഹാനായിട്ടുള്ള വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ എല്ലാവരും പഠിപ്പിച്ചു കഴിഞ്ഞ് ഞാൻ തന്നെ നശിച്ചു പോകരുത്, ഞാൻ തന്നെ എന്താ പറയണേ ഇതിന് ദൈവത്തിന്റെ അടുത്തരിക്കാൻ ആയിട്ടുള്ള ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയി പോകുന്നത്, ഞാൻ ക്വാളിഫൈഡ് അല്ലാതെ ഇരിക്കരുത്. അപ്പൊ അതിനായിട്ട് ഞാൻ എന്റെ ശരീരത്തെ തന്നെ സ്ലേവിലാക്കി വെച്ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ശരീരത്തെ തന്നെ ആ ദൈവത്തിന്റെ ശക്തിക്ക് അല്ലെങ്കിൽ എന്റെ ശരീരത്തെ തന്നെ ഞാൻ അടിമയാക്കി വെച്ചിരിക്കുന്നു എന്ന് വെച്ചാല് എന്നെ തന്നെ ദൈവത്തിന്റെ ശക്തിക്ക് ഞാൻ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക, ദൈവത്തിന്റെ കൃപയ്ക്ക് ഞാൻ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ തന്നെ നശിച്ചു പോകും. എനിക്ക് യേശുവിന്റെ ഒപ്പം ആയിരിക്കാൻ സാധിക്കത്തില്ല. ഞാൻ യേശുവിലായിരിക്കണം, എന്നെ യേശുവിൽ കണ്ടെത്തപ്പെടണം, അല്ലെ. അപ്പൊ അതാണ് അപ്പോസ്തലനായിട്ടുള്ള പൗലോസിന്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ. അല്ലാതെ ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യത്തിൽ തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും അർമാന്തിച്ചും നടക്കുന്ന വ്യക്തികളായിരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ, ദൈവത്തെ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് യേശുവിന്റെ വരവ് ഒരിക്കൽ പോലും ഒരു സർപ്രൈസ് ആയിട്ട് വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. 34ാമത്തെ വാക്ക്, നിങ്ങളുടെ ഹൃദയം അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു. അപ്പൊ ഇത് യേശുവിന്റെ വരവ് ഭയങ്കരമായിട്ട് നമ്മൾ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെ, നമ്മൾ ഒട്ടും പ്രിപ്പയർ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാകരുത് എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ പറയുക 35 പറയാ, അത് സകല ഭൂതലത്തിലും വസിക്കുന്ന എല്ലാവർക്കും വരും. യേശുവിന്റെ വരവ്, അല്ലെ, റാപ്ചറിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, മരിച്ചുപോയൊരു ശരീരം ഉയർത്തെഴുന്നേക്കുന്നത് അതിനെപ്പറ്റി
പറ്റിയല്ല പറയുന്നത് ഇവിടെ. യേശുക്രിസ്തു രണ്ടാമത്തെ വരവിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ അത് രണ്ടും രണ്ട് കാര്യമാണല്ലോ. അപ്പൊ രണ്ടാമത്തെ വരവിനെ പറ്റിയാ പറയുന്നത്. അത് സകല ഭൂമിയിലും സകല ഭൂതലത്തിലും വസിക്കുന്നവർക്ക് എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ് അല്ലെ. യേശുക്രിസ്തുവിനെ പിയേഴ്സ് ചെയ്ത് എന്താ പറയുന്നത്, ഹേർട്ട് ചെയ്ത വ്യക്തികൾ എല്ലാവരും, പിയേഴ്സ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ എല്ലാവരും കാണുന്നവരാണ് അല്ലെ. എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് യേശുക്രിസ്തു വരാൻ പോകുന്നത് അല്ലെ. അവനെ ഹേർട്ട് ചെയ്തവരും ദ്രോഹിച്ചവരും എല്ലാ വ്യക്തികളും കാണാൻ പോകുന്ന ഒരു കാര്യം. നമുക്കറിയാം സക്രിയക്കകത്തൊക്കെ എഴുതിയിരിക്കുന്ന കാര്യമാണല്ല, യേശുവിന്റെ വരവ് ഒരു മകന് വേണ്ടി കരയുന്ന പോലെ ആൾക്കാർ കരയും എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അവര് യേശുവിനെ പിയേഴ്സ് ചെയ്തവർ തന്നെ, യേശുവിനെ ദ്രോഹിച്ചത് തന്നെ അവര് തന്നെ കാണും യേശുവിന്റെ വരവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുക, ആകയാൽ 30ാമത് വാക്കുകൾ, ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാസമയം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ദൈവം നമ്മളോട് പറയാം, ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും, അലേർട്ട് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കുക, തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കും, ദൈവത്തിന്റെ യേശുക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് ഈ നടക്കാൻ പോകുന്ന ഈ ട്രിബുലേഷൻ ലോകത്ത് ഒരിക്കൽ പോലും നടത്തിയിട്ടില്ലാത്ത രീതിയിലുള്ള കഷ്ടപ്പാടിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളിലൊക്കെ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നത്. റെവലേഷന്റെ 6ാമത്തെ ചാപ്റ്ററോട്ട് അല്ലെ, വെളിപാടിന്റെ 6ാം ചാപ്റ്ററോട്ട് അങ്ങോട്ട് വായിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെ, അതിനെ വായിക്കുന്ന കാര്യങ്ങൾ ദൈവം പറഞ്ഞിരിക്കും. അതിന്റെ ഒന്ന് ഇടയിൽ നിങ്ങൾ ആയിപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ആ ഒരു കഷ്ടപ്പാട്, ആ കഷ്ടതയിൽ കൂടെ വലിയൊരു കഷ്ടത, ലോകത്ത് ഒരിക്കൽ പോലും നടക്കാത്തതുപോലെ കഷ്ടത വരാൻ പോകുന്ന ആ ഒരു കഷ്ടതയിൽ കൂടെ നിങ്ങൾ കടന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെച്ച് കഴിഞ്ഞാല് റാപ്ചർ വരുമ്പോൾ ദൈവം എന്താ പറയുക, തന്നെ കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ തന്നിൽ മരിച്ചു പോയിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരുമ്പോൾ അതിന്റെ ഒപ്പം ആയിത്തീരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിരിക്കും. ദൈവപുത്രന്റെ മുമ്പിൽ നിൽക്കാനായിട്ടുള്ള പ്രാപ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നവരായിരിക്കുക. പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് അല്ലെ, ദൈവത്തിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളായിരിക്കുക. അപ്പൊ നമുക്കറിയാം പ്രാർത്ഥന ജീവിതശൈലിയാണ് അല്ലെ. വെറുതെ വാവുകൊണ്ട് സംസാരിക്കുന്നത് ജീവിതം തന്നെയാണ് അല്ലെ. ജീവിതത്തിന്റെ അനുസരണയോടുകൂടി ജീവിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഫിലാഡൽഫിയ ചർച്ചിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ചർച്ച് അറ്റ് ഫിലാഡൽഫിയ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എന്റെ വചനം അനുസരിച്ചതുകൊണ്ട്, ഞാൻ പറയുന്ന എന്റെ കമാൻഡ്മെന്റ് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിൽ വരാൻ പോകുന്ന ടെസ്റ്റ് നിങ്ങൾക്ക് പാത്രങ്ങളായി തീരത്തില്ല, അതിൽ നിന്ന് നിങ്ങൾ ഞാൻ എസ്കേപ്പ് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ ചാപ്റ്റർ റെവലേഷന്റെ വെളിപാടിന്റെ 3 പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഫിലാഡൽഫിയ ചർച്ചിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ആ ട്രിബുലേഷന്റെ പീരീഡിൽ ആകപ്പെടുന്നതിന് മുമ്പേ യേശുക്രിസ്തു അവരെ റാപ്ചർ ചെയ്തുകൊണ്ട് പോകും എന്ന് ചുരുക്കല്ല. അപ്പൊ നമ്മളോട് ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുക, നമ്മള് നോക്കിയിരിക്കുന്നവരായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, നോക്കിയിരിക്കുന്ന വെച്ചാൽ പ്രിപ്പയർ ചെയ്യപ്പെടുന്നവരായിരിക്കും. അപ്പൊ ഇതിന് അപ്പോൾ ദൈവത്തിന്റെ റാപ്ചറിന്റെ ഒപ്പം നമ്മളും പോകുന്നവരായിരിക്കും. അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്തു വെച്ചാല്, നമ്മളെ ആ ട്രിബുലേഷൻ ടൈമിലേക്ക്, ആ വലിയ കഷ്ടപ്പാടിന്റെ, ജേക്കബിന്റെ കഷ്ടപ്പാടെന്നാണ് പറഞ്ഞത്, ആ സമയത്തേക്ക് നമ്മളെ ആക്കി തീർക്കും. അത് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആക്കി തീർക്കും എന്ന് പറയുമ്പോ, ഈ റെവലേഷൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വെളിപാട് വായിക്കുമ്പോൾ നമ്മൾക്ക് 6ാമത്തെ ചാപ്റ്റർ അങ്ങോട്ട് വരുന്ന ആ എല്ലാ പ്ലേഗുകളെ പറ്റി നമ്മൾ വായിക്കും. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അത് ശരിക്കും കാണിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി. എന്ന് വെച്ചാല് ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. അതാണ് ദൈവത്തിന്റെ മനസ്സ് അല്ലെ. ചിലരോട് നേരെ ചൊവ്വേ വചനം പറയുമ്പോഴേക്കും അവര് വചനം കേൾക്കുമ്പോൾ രക്ഷപ്പെടും, ചിലര് കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോകുമ്പോൾ രക്ഷപ്പെടും, ചിലര് ഇതൊന്നും കൊണ്ടും ഒന്നും ദൈവത്തെ സ്വീകരിക്കത്തില്ല. അവർക്ക് ഇച്ചിരി കട്ടിയായിട്ട് തന്നെ അവരെ എന്താ പറയുക, ഇത്തിരി ഒന്ന് പിടിച്ചു കുളിക്കെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ ദൈവത്തിന്റെ രക്ഷകരായിട്ട് സ്വീകരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എന്താ പറയുക, വലിയ ട്രിബുലേഷൻ, വലിയ കഷ്ടപ്പാടിന്റെ സമയം വരുന്നത്. കഷ്ടപ്പാടിന്റെ സമയത്ത് രക്ഷിക്കപ്പെടുന്ന വ്യക്തികളുണ്ട്. മിക്കവാറും തന്നെ ആൾക്കാർ രക്ഷിക്കപ്പെടത്തില്ല. മിക്കവാറും ആൾക്കാർ തന്നെ ദൈവത്തെ പറയുക തന്നെ ചെയ്യും. പക്ഷെ എന്നാലും രക്ഷിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാർ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ദൈവം ഇതെല്ലാം ഒരുക്കുന്നത്. അപ്പൊ ദൈവം പറയുക, ആ വലിയ ആ മഹാ കഷ്ടപ്പാടിന്റെ സമയത്തോട് നമ്മള് ആ സമയത്തായി പെട്ടു പോകരുത് അല്ലെ. അതിനായിട്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കും, നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ ഇവിടെ ദൈവം പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് ജഡത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല്, ഇങ്ങനെ നേരത്തെ പറഞ്ഞില്ല, അത്തി വൃക്ഷം അത് തളർക്കുമ്പോൾ നമുക്ക് വേദനയാകുന്നു മനസ്സിലാകുന്ന പോലെ ഇതേ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക എന്നൊക്കെ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്ന കാര്യം മനസ്സിലാക്കുമെന്ന് പറയുന്ന ദൈവം എന്താ
ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്പിരിച്വലി ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ജീവിതം കൊടുത്തിരിക്കുന്നവര്, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ, ജഡത്തിന്റെ പരമായിട്ടുള്ള ജീവിതം ജീവിക്കാതിരിക്കുന്ന വ്യക്തികൾ, അല്ലെ, കംപ്ലീറ്റ്ലി ദൈവത്തിന്റെ കൈകളിലേക്ക് സബ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, അവർക്ക് ദൈവത്തിന്റെ ഓരോ മൂവ്മെന്റും മനസ്സിലാകുന്നു, അല്ലെ. അങ്ങനെയുള്ള വ്യക്തികൾ ദൈവം പറയുന്നു തന്റെ ആളുകളോട്, തന്റെ പ്രോഫറ്റുമാരോട് ദൈവം പറയുന്നു. അപ്പൊ എല്ലാവരും സംസാരിക്കണം, എല്ലാവരും ദൈവത്തിൽ നിന്ന് കേൾക്കണമെന്നും പ്രോഫറ്റിക് ആയിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരായിരിക്കണം, നമ്മുടെ കുറെ പ്രയർ ടൈം ഉണ്ടായിരിക്കണം, ദൈവത്തിന്റെ ഒപ്പം ഇരിക്കുന്ന സമയം ഉണ്ടായിരിക്കണം എന്നെല്ലാം ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു, അല്ലെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലോസറ്റിൽ, നമ്മുടെ പ്രയർ ക്ലോസറ്റിൽ, നമ്മുടെ സ്വകാര്യതയിൽ ദൈവമായിട്ടുള്ള ആ പ്രയർ സമയത്ത് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കണം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന വ്യക്തികളായിരിക്കണം, അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കണം എന്ന് ചുരുക്കം, അല്ലെ. പിന്നെ ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യത്തിൽ പോകാതിരിക്കാനും, എന്താ പറയണേ, ലോകത്തിന്റെ പരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പരമായിട്ടുള്ള ഉപജീവന ചിന്തകളിലൊക്കെ പെട്ട് നമ്മൾ വലഞ്ഞൊഴിയുന്ന വ്യക്തികളാകാതിരിക്കണമെങ്കിലും ഒറ്റ മാർഗമുള്ള ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കണം, അല്ലെ. സ്പിരിച്വൽ റിലംസിൽ വസിക്കുന്ന വ്യക്തികളായിരിക്കണം. എന്താ പറയുക, ഹൃദയം യേശുവിൽ കംപ്ലീറ്റ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക്, അല്ലെ, ദൈവവുമായിട്ട് അത്രയധികം കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ വരാനിരിക്കുന്ന കാര്യങ്ങളെ അതിജീവിക്കാനും, ഈ ലോകത്തിന്റെ കാര്യങ്ങളെ അതിജീവിക്കാനും, ലോകത്തിന്റെ പരമായിട്ടുള്ള ജീവിതത്തെ അതിജീവിക്കാനും, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനുമുള്ള ഒരു പ്രാവണ്യം നമുക്ക് കിട്ടത്തുള്ളൂ. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കണം, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം, ജഡത്തിന്റെ പരമായിട്ടുള്ള വ്യക്തികളല്ല, ദൈവത്തിന്റെ പരമായിട്ടുള്ള ജീവിതം ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. അതിനെപ്പറ്റി പറഞ്ഞേക്കുന്നത്, സ്പിരിച്വൽ ലൈഫിനെ പറ്റി ഇവിടെ പറഞ്ഞേക്കുന്നത്, ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന, ദൈവത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു സ്പിരിച്വൽ റിലമിൽ ജീവിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ജീവിതം, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ലീഡ് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക്, അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ലോകത്തിന്റെ പരമായിട്ടുള്ള ജീവിതം ജീവിക്കാതിരിക്കാനും, ഉപജീവനത്തെ പറ്റി വറിയാകാതിരിക്കാനും, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ, അല്ലെ. ഡിസൈൻമെന്റ് വരുന്നതെല്ലാം ദൈവത്തിൽ നിന്ന്. അപ്പൊ നമുക്ക് സ്പിരിച്വൽ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ സ്പിരിച്വൽ മൈൻഡ് വേണം. അപ്പൊ അതിനായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നതിനായിരിക്കും. അത്തി തളർക്കുമ്പോൾ വേനലായി എന്ന് മനസ്സിലാക്കുന്ന പോലെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, അല്ലെ, ദൈവത്തിന്റെ വരവ് വളരെയധികം അടുത്തായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വേണമെങ്കിൽ, മനസ്സിലാക്കാനുള്ള കഴിവ് വേണമെങ്കിൽ നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കണം, സ്പിരിച്വലി വേക്കൻഡ് ആയിരിക്കണം, യേശുക്രിസ്തുവുമായിട്ട് വളരെയധികം ക്ലോസ് ആയിരിക്കണം എന്നതിനെ പറ്റി പറഞ്ഞു. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും, ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്നത് കേൾക്കാൻ പറ്റുന്ന വ്യക്തികളായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും നമ്മൾ. ഒന്നും തന്നെ നമ്മളെ സർപ്രൈസിലാക്കി എടുക്കാതിരിക്കട്ടെ, അല്ലെ. ദൈവത്തിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുമ്പോൾ ആ റാപ്ചറിൽ തന്നെ നമ്മൾ യേശുവിന്റെ ഒപ്പം ആയിത്തീരാൻ നമുക്ക് പ്രാർത്ഥിക്കും. അതിനെപ്പറ്റി ഒപ്പം ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മച്ച്. ഞങ്ങൾ അങ്ങോട്ട് കൂടെ ആയിരിക്കട്ടെ കർത്താവ്. ലോർഡ് ഫാദർ, ഞങ്ങൾക്ക് ഡിസൈൻമെന്റ് തന്നെ അപേക്ഷിക്കുന്ന കർത്താവെ, സ്പിരിച്വൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കർത്താവ് ഓൾമൈറ്റി, ഞങ്ങൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവെ. ഞങ്ങളെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന അപേക്ഷിക്കുന്ന ഞങ്ങൾ ജീവിക്കുന്നതിനോട് യേശുവിൻ നാമത്തിൽ. ഇത് കേട്ട നന്ദി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.